ലോകചരിത്രത്തിന്റെ ഗതിവിഗതികൾ മാറ്റിയെഴുതിയ ഒട്ടനവധി സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇറാൻ എന്ന പേർഷ്യയുടെ കഥ മറ്റെന്തിനേക്കാളും സങ്കീർണവും വിസ്മയിപ്പിക്കുന്നതുമാണ്. ഒരു വശത്ത് ലോകത്തെ വിസ്മയിപ്പിച്ച പുരാതന നാഗരികതയുടെ പാരമ്പര്യം, മറുവശത്ത് മതനിയമങ്ങളുടെ കർക്കശമായ ചട്ടക്കൂടുകൾ. എങ്ങനെയാണ് 1970കളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക നഗരങ്ങളിലൊന്നായിരുന്ന ടെഹ്റാൻ ഒരു സുപ്രഭാതത്തിൽ കറുത്ത വസ്ത്രങ്ങളണിഞ്ഞ നിശബ്ദതയിലേക്ക് മാറിയത്? ഷാ രാജാവിന്റെ കിരീടത്തിലെ രത്നത്തിളക്കങ്ങളിൽ നിന്ന് അയത്തുള്ള ഖൊമേനിയുടെ മതവിപ്ലവത്തിലേക്കുള്ള ദൂരം എത്രയായിരുന്നു? എന്തിനാണ് ഇറാനിലെ ജനങ്ങൾ തങ്ങളെ ആധുനികവൽക്കരിച്ച ഒരു രാജാവിനെ പുറത്താക്കി മതഭരണം തിരഞ്ഞെടുത്തത്? ഇന്ന് ഇറാനിലെ തെരുവുകളിൽ കേൾക്കുന്ന സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം 1979ലെ വിപ്ലവത്തിന്റെ തുടർച്ചയാണോ അതോ അതിനെതിരെയുള്ള തിരിച്ചടിയോ? ഇത് ചരിത്രത്തിന്റെ ഏടുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഇറാന്റെ കഥയാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾക്കൊപ്പം ചേരുമ്പോൾ ഇറാന്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നയിച്ച ആ നിർണായക രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തുവരും. ഇറാന്റെ ഓരോ മുക്കിലും മൂലയിലും ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ചരിത്രത്തിലൂടെ നമുക്കൊരുമിച്ച് ഒരു യാത്ര നടത്താം. പുരാതന പേർഷ്യയുടെ പ്രതാപം. ഇറാന്റെ ചരിത്രം തുടങ്ങുന്നത് ആധുനിക രാഷ്ട്രീയ അതിർത്തികൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾ പുറകിലാണ്. BC 550-ൽ സൈറസ് ദ ഗ്രേറ്റ് സ്ഥാപിച്ച അക്കീമിനെറ്റ് സാമ്രാജ്യം ലോകം കണ്ട ആദ്യത്തെ യഥാർത്ഥ സൂപ്പർ പവറായിരുന്നു. സൈറസ് വെറുമൊരു രാജാവായിരുന്നില്ല, ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ബാബിലോണിലെ അടിമകളെ മോചിപ്പിച്ചും ജനങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകിയും അദ്ദേഹം ചരിത്രത്തിലിടം പിടിച്ചു. പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധിനിവേശം മുതൽ മംഗോളിയൻ ആക്രമണം വരെ പേർഷ്യൻ മണ്ണിലൂടെ കടന്നുപോയി. 7ാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശമാണ് പേർഷ്യയുടെ മുഖച്ഛായ മാറ്റിയത്. അതുവരെ സൊറോസ്ട്രിയൻ മതം പിന്തുടർന്നിരുന്ന പേർഷ്യക്കാർ ക്രമേണ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ അറബ് സംസ്കാരത്തിന് പൂർണ്ണമായും കീഴടങ്ങാൻ പേർഷ്യൻ മനസ്സ് തയ്യാറായിരുന്നില്ല. അവർ തങ്ങളുടെ തനതായ ഭാഷയും കലയും സംരക്ഷിച്ചു. 1501-ൽ സഫവിദ് വംശം അധികാരത്തിൽ വന്നതോടെയാണ് ഇറാൻ ഇന്നത്തെ രൂപത്തിലുള്ള ഷിയ മുസ്ലിം രാഷ്ട്രമായി മാറിയത്. 19ാം നൂറ്റാണ്ടിൽ ഖജർ വംശത്തിന്റെ ഭരണകാലത്ത് ഇറാൻ വിദേശ ശക്തികളുടെ ഒരു പരീക്ഷണശാലയായി മാറി. വടക്കുനിന്ന് റഷ്യയും തെക്കുനിന്ന് ബ്രിട്ടനും ഇറാന്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യത്തിൽ കണ്ണുവച്ചു. 1908-ൽ ഇറാനിൽ എണ്ണ കണ്ടെത്തിയതോടെ ലോകശക്തികൾക്ക് ഈ മണ്ണ് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നായി മാറി. പഹലവി വംശവും പാശ്ചാത്യവൽക്കരണവും. 1925-ൽ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന റസാ ഖാൻ ഇറാനിലെ അധികാരം പിടിച്ചെടുത്ത് പഹലവി വംശം സ്ഥാപിച്ചു. അദ്ദേഹം തുർക്കിയിലെ കമാൽ അത്താതുർക്കിനെപ്പോലെ ഇറാനെ പാശ്ചാത്യ രീതിയിൽ മാറ്റിയെടുക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിനു ശേഷം 1941-ൽ മകൻ മുഹമ്മദ് റസാ പഹലവി ഷാ രാജാവായി അധികാരമേറ്റു. ഷാ രാജാവിന്റെ കാലം ഇറാന്റെ സുവർണകാലമെന്നും അടിച്ചമർത്തലിന്റെ കാലമെന്നും ഒരേപോലെ വിശേഷിപ്പിക്കപ്പെടുന്നു. 1963-ൽ അദ്ദേഹം പ്രഖ്യാപിച്ച വൈറ്റ് റെവല്യൂഷൻ ഇറാനിലെ സാമൂഹിക വ്യവസ്ഥിതിയെ ഉലച്ചു. വൻകിട ഭൂവുടമകളുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. 1930കളിൽ തന്നെ ഹിജാബ് ധരിക്കുന്നത് നിരോധിക്കപ്പെട്ടിരുന്നു. ഷാ രാജാവിന്റെ കാലത്ത് ഇത് കർക്കശമായി തുടർന്നു. 1970കളിലെ തെഹ്റാൻ യൂറോപ്പിലെ നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. മിനി സ്കേർട്ടുകൾ ധരിച്ച സ്ത്രീകൾ, പാശ്ചാത്യ സിനിമകൾ കാണുന്ന യുവാക്കൾ, വലിയ ഡിസ്കോ ക്ലബ്ബുകൾ, അങ്ങനെ ഇറാൻ ഒരു ആധുനിക രാഷ്ട്രമായി മാറുകയായിരുന്നു. എന്നാൽ ഈ മാറ്റങ്ങളെല്ലാം നഗരങ്ങളിൽ മാത്രമായിരുന്നു ഒതുങ്ങിനിന്നത്. ഗ്രാമങ്ങളിലെ യാഥാസ്ഥിതികരായ ജനങ്ങൾക്ക് രാജാവിന്റെ ഈ മാറ്റങ്ങൾ അവരുടെ മതത്തിനും സംസ്കാരത്തിനുമെതിരെയുള്ള യുദ്ധമായാണ് തോന്നിയത്. പ്രക്ഷോഭത്തിന്റെ കാരണങ്ങളും ഖൊമൈനിയുടെ ഉദയവും. പുറമേ കാണുന്ന തിളക്കത്തിനപ്പുറം ഇറാൻ ഉള്ളിൽ പുകയുകയായിരുന്നു. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ടായിരുന്നു. 1. സാമ്പത്തിക അസമത്വം. ഷാ രാജാവും കുടുംബവും ആഡംബരത്തിന്റെ കൊടുമുടിയിൽ ജീവിച്ചപ്പോൾ സാധാരണക്കാർ വിലക്കയറ്റവും ദാരിദ്ര്യവും കൊണ്ട് വലഞ്ഞു. 1971-ൽ അദ്ദേഹം നടത്തിയ പെർസെപ്പോളിസ് ആഘോഷം ഇതിനുദാഹരണമാണ്. ലോക നേതാക്കൾക്കായി നടത്തിയ ആ വിരുന്നിന് കോടിക്കണക്കിന് ഡോളറാണ് ചിലവഴിച്ചത്. രണ്ടാമത്തെ കാരണം രാഷ്ട്രീയ അടിച്ചമർത്തലായിരുന്നു. രാജാവിനെ വിമർശിക്കുന്നവരെ നേരിടാൻ സാവാക് എന്ന ഭീകരമായ രഹസ്യ പോലീസുണ്ടായിരുന്നു. ആയിരക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകർ ജയിലിലടക്കപ്പെടുകയും ക്രൂരമായ പീഡനങ്ങൾക്കും ഇരയാവുകയും ചെയ്തു. മൂന്നാമത്തേതും ഏറ്റവും നിർണായകവുമായത് മതപരമായ കാരണമായിരുന്നു.
അയത്തുള്ള ഖൊമൈനി എന്ന മതപണ്ഡിതൻ ഷാ രാജാവിനെ അമേരിക്കയുടെ കയ്യിലെ ഒരു പാവയായി വിശേഷിപ്പിച്ചു. 1964-ൽ ഖൊമൈനിയെ ഇറാനിൽ നിന്ന് നാടുകടത്തി. ഇറാഖിലും പിന്നീട് ഫ്രാൻസിലുമായി കഴിഞ്ഞ ഖൊമൈനി കാസറ്റുകളിലൂടെ തന്റെ പ്രസംഗങ്ങൾ ഇറാനിലെ പള്ളികളിലെത്തിച്ചു. ഓരോ വീട്ടിലും ആ ശബ്ദം ഒരു വിപ്ലവകാഹളമായി മുഴങ്ങി. രാജാവിന്റെ ആധുനികവൽക്കരണത്താൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്രരും യാഥാസ്ഥിതികരും ഖൊമേനിയെ തങ്ങളുടെ രക്ഷകനായി കണ്ടു. 1979 ചരിത്രം മാറിയ വർഷം. 1978 ഇറാൻ തെരുവുകൾ പ്രക്ഷുബ്ധമായി. ജനുവരിയിൽ ഖൊമേനിയെ വിമർശിച്ചുകൊണ്ട് സർക്കാർ പത്രത്തിൽ വന്ന ഒരു ലേഖനം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. പോലീസ് വെടിവെപ്പിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ഓരോ മരണവും അടുത്ത വലിയ പ്രതിഷേധത്തിനുള്ള ഇന്ധനമായി. ആഗസ്റ്റിൽ സിനിമാ റെക്സ് എന്ന തിയേറ്ററിന് തീയിട്ട സംഭവത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ടത് ജനങ്ങളെ കൂടുതൽ രോഷാകുലരാക്കി. 1978 സെപ്റ്റംബർ 8-ന് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് വിളിക്കപ്പെടുന്ന ദിവസം ആയിരക്കണക്കിന് പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം വെടിയുതിർത്തു. ഇതോടെ തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് ഷാ രാജാവ് മനസ്സിലാക്കി. 1979 ജനുവരി 16-ന് അദ്ദേഹം കയ്യിൽ കുറച്ച് ഇറാനിയൻ മണ്ണുമായി നാടുവിട്ടു. ഫെബ്രുവരി 1-ന് നീണ്ട 15 വർഷത്തെ പ്രവാസത്തിനുശേഷം അയത്തുള്ള ഖുമൈനി ഇറാനിൽ തിരിച്ചെത്തി. വിമാനമിറങ്ങിയ ഖുമൈനിയെ സ്വീകരിക്കാൻ തെഹ്റാനിലെത്തിയത് ഏകദേശം 30 ലക്ഷത്തിലധികം ജനങ്ങളാണ്. അതൊരു പുതിയ തുടക്കമായിരുന്നു. ഏപ്രിലിൽ നടന്ന ഹിതപരിശോധനയിലൂടെ 98% വോട്ടുകൾക്ക് ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. എന്നാൽ വിപ്ലവത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകാരും ലിബറലുകളും ഉടൻ തന്നെ അരികുവൽക്കരിക്കപ്പെട്ടു. അധികാരം മുഴുവൻ മതനേതാക്കളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. വിപ്ലവത്തിന് ശേഷമുള്ള ഇറാൻ ജീവിതം മാറുന്നു. വിപ്ലവത്തിന് ശേഷമുള്ള ആദ്യ മാറ്റങ്ങൾ വസ്ത്രധാരണത്തിലും വ്യക്തിസ്വാതന്ത്ര്യത്തിലുമായിരുന്നു. ഹിജാബ് നിർബന്ധമാക്കി. ഒരു കാലത്ത് ഫാഷൻ ആഘോഷിച്ചിരുന്ന തെഹ്റാൻ തെരുവുകളിൽ സ്ത്രീകൾക്ക് കറുത്ത ചദൂറുകൾ അണിയേണ്ടി വന്നു. സംഗീതം, സിനിമ, പാശ്ചാത്യ വിനോദങ്ങൾക്ക് നിയന്ത്രണമേർപ്പെടുത്തി. സ്കൂളുകളിലും ഓഫീസുകളിലും സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ് എന്ന പേരിൽ ഒരു പുതിയ സേന രൂപീകരിച്ചു. ഇവർ വിപ്ലവത്തിന്റെ കാവൽക്കാരായി മാറി. 1979 നവംബറിൽ നടന്ന അമേരിക്കൻ എംബസി പിടിച്ചെടുക്കലും ബന്ദിയാക്കലും ഇറാന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഇത് അമേരിക്ക ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ കാരണമായി. ഇതിനിടയിൽ 1980 തുടങ്ങിയ ഇറാഖ്-ഇറാൻ യുദ്ധം 8 വർഷം നീണ്ടുനിന്നു. ലക്ഷക്കണക്കിന് യുവാക്കൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്നിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് ഇറാൻ വലിയ മുന്നേറ്റം നടത്തി. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾ പള്ളികളുടെയും മതനേതാക്കളുടെയും പിന്തുണയോടെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലുമെത്തി. ഇന്ന് ഇറാന്റെ യൂണിവേഴ്സിറ്റികളിൽ 60%-ലധികം വിദ്യാർത്ഥികൾ സ്ത്രീകളാണ്. എന്നാൽ അവർക്ക് ജോലി ചെയ്യാനോ പൊതുരംഗത്തിടപെടാനോ ഉള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും പരിമിതമാണ്. ഇന്നത്തെ ഇറാൻ മഹസ അമീനിയും പുതിയ പോരാട്ടങ്ങളും. വിപ്ലവത്തിന് ശേഷം 45 വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് ഇറാന്റെ ജനസംഖ്യയിലെ ഭൂരിഭാഗവും വിപ്ലവത്തിന് ശേഷം ജനിച്ചവരാണ്. അവർക്ക് പഴയ രാജഭരണത്തെക്കുറിച്ചോ വിപ്ലവത്തിന്റെ കാരണങ്ങളെക്കുറിച്ചോ വലിയ അറിവില്ല. അവർ ആഗ്രഹിക്കുന്നത് മാറ്റമാണ്, സ്വാതന്ത്ര്യമാണ്. 2022 സെപ്റ്റംബറിൽ 22 വയസ്സുള്ള മഹസ അമീനി എന്ന കുർദിഷ് പെൺകുട്ടി മൊറാലിറ്റി പോലീസിന്റെ കസ്റ്റഡിയിൽ മരിച്ചത് ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന് കാരണമായി. തലമുടിയുടെ അറ്റങ്ങൾ പുറത്തു കാണുന്നു എന്ന് പറഞ്ഞാണ് അവളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. ഈ മരണം ലോകമെമ്പാടും ചർച്ചയായി. ഇറാനിലെ സ്ത്രീകൾ തെരുവിൽ ഹിജാബുകൾ കത്തിച്ചും മുടിമുറിച്ചും പ്രതിഷേധിച്ചു. ഇത് വെറുമൊരു വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമല്ല, മറിച്ച് അഴിമതിക്കും സാമ്പത്തിക തകർച്ചയ്ക്കും മതപരമായ അടിച്ചമർത്തലുകൾക്കുമെതിരെ ഒരു ജനത നടത്തുന്ന പോരാട്ടമാണ്. സാമ്രാജ്യങ്ങളെ വളർത്തിയെടുത്ത കവികളെയും ചിന്തകരെയും ലോകത്തിനു നൽകിയ പേർഷ്യൻ മനസ്സ് ഇന്ന് മാറ്റത്തിനായി ദാഹിക്കുന്നു. ചരിത്രം ഒരു വട്ടം കൂടി ആവർത്തിക്കുമോ? ഇറാൻ വീണ്ടും മാറുമോ? ഈ ചോദ്യങ്ങൾ ലോകത്തിനു മുന്നിൽ ഇപ്പോഴും ബാക്കിയാണ്. ഇറാന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നുമാത്രമാണ്: മാറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഷാ രാജാവ് ഇറാനെ പാശ്ചാത്യവൽക്കരിക്കാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. ഖുമൈനി ഇറാനെ പൂർണ്ണമായും മതവൽക്കരിക്കാൻ ശ്രമിച്ചു. ഇന്ന് പുതിയ തലമുറ അതിനെ ചോദ്യം ചെയ്യുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കാത്ത ഒരു ഭരണകൂടവും ശാശ്വതമല്ല. ഇറാന്റെ ഇനിയുള്ള പാത
സമാധാനത്തിൻ്റേതാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ചരിത്രയാത്രയിൽ നിങ്ങൾക്കൊപ്പം ചേർന്നതിൽ സന്തോഷം. നന്ദി.